പ്രിയപ്പെട്ട പത്ര സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിനനുകൂലമായിട്ടുള്ള ഒരു സമീപനമല്ലേ. സ്റ്റേറ്റ് പരിപൂർണമായും മതത്തിലേക്കും മതസ്വാധീനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റിൻ്റെ ഭരണത്തെയും യോജിപ്പിക്കുന്ന അമേൽഗമേറ്റ് ചെയ്യുന്ന ഒരു അസാധാരണമായ സംഭവം നമ്മുടെ രാജ്യത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദുത്വ അജണ്ട എങ്ങനെയാണ് ഫാസിസത്തിലേക്ക് നീങ്ങാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട 3 മുദ്രാവാക്യത്തിൽ 2.5 മുദ്രാവാക്യം ഇപ്പം BJP RSS നടപ്പിലാക്കി. ഒന്ന് BJP ഉയർത്തിയിട്ടുള്ളത് 370 ആർട്ടിക്കിൾ ഇല്ലാതാക്കും, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കും എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമായി. പള്ളിയുള്ള സ്ഥലത്ത് അമ്പലം പണിയും എന്ന് പറഞ്ഞതും യാഥാർത്ഥ്യമായി. ഇനി ഏക സിവിൽ കോഡാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി പൗരത്വ നിയമവും ഇപ്പോൾ പാസ്സാക്കി. ഏതാണ്ട് പകുതി പൂർത്തീകരിച്ചു. ഇനി ബാക്കി പകുതിയേ ഉള്ളൂ. അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട മതനിരപേക്ഷതയ്ക്ക് വിയർപ്പും രക്തവും നൽകിയ മതന്യൂനപക്ഷത്തെ പരിപൂർണമായും എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചെയ്തികളെ കാണാൻ സാധിക്കും. അതിനോട് ശക്തമായ പ്രതികരണം നടത്താനോ പ്രതികരിക്കാനോ സാധിക്കാത്ത കോൺഗ്രസ് ചരിത്രത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട ചവറ്റുകൊട്ടയിലേക്കായിരിക്കും തള്ളപ്പെടുക. അത് കോൺഗ്രസിനെ കാത്തിരിക്കുന്ന ദുരന്ത നാടകമായിരിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കല്ല് വെച്ച നുണപ്രചരണങ്ങൾ നടത്തിയിട്ടാണല്ലോ ഇപ്പോൾ ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. എക്സാലോജിക്ക കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതിയില്ല എന്ന് വിജിലൻസ് കോടതി പ്രഖ്യാപിച്ചതാണ്. അതിനെതിരായി ഒരപ്പീൽ ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു നോട്ടീസ് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ വീണക്കോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയാം. അപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നത്തിൽ കോടതി വിധി പറഞ്ഞിട്ട് പോലും അഴിമതിയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇനി അതല്ല, കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രോഡലൻ്റായിട്ടുള്ള പ്രവൃത്തിയുണ്ട്, അത് പറഞ്ഞുകൊണ്ട് കമ്പനി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി. അതിന് പകരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി നിയമത്തിന് വിരുദ്ധമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ കമ്പനീസ് ആക്ട് 210 മുഖേന നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രോഡില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, അഴിമതിയില്ല എന്ന് വിജിലൻസ് കോടതി പറഞ്ഞു. മതിയായ സർവീസിനല്ല കാശ് വാങ്ങിയത് എന്ന ഒരു ആരോപണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസോ ആധികാരികമായി ഒരു കോടതിയുടെ മുമ്പിലുമില്ല. എവിടെ നിന്നോ കിട്ടിയ കുറേ കടലാസുകൾ കൂട്ടിക്കെട്ടി ഇതാ ഞങ്ങൾക്ക് രേഖ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസമായി കള്ളപ്രചരണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ കാര്യമേ പ്രതിപക്ഷത്തോടെ എനിക്ക് ചോദിക്കാനുള്ളൂ. CMRL നിന്ന് ഫണ്ട് കിട്ടി എന്ന് സമ്മതിച്ചല്ലോ UDFൻ്റെ നേതാക്കൾ. അത് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്ന് പറയാൻ UDFന് ധൈര്യമുണ്ടോ? UDFന് ധൈര്യമുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. കാരണം ശുദ്ധവെള്ളത്തിൽ സുഖമായി നിൽക്കാൻ ഞങ്ങൾക്കറിയാം. ഒരു കേസും ഇതിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ എതിരായി ആര് വിചാരിച്ചാലും ഒരു കോടതിയിൽ തെളിയിക്കാൻ സാധിക്കുകയില്ല. കൃത്യമായി ഇൻകം ടാക്സും അതുപോലെ തന്നെ GSTയും കൊടുത്ത് ബാങ്കിൽ നിന്ന് വാങ്ങിയ കാശ് ഒരിക്കലും കള്ളപ്പണമാകില്ല. അതേ സമയത്ത് കോടിക്കണക്കിന് രൂപ 17 കോടി രൂപ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് കിട്ടിയെന്ന് CMRL തന്നെ അവരുടെ രേഖകളിൽ സൂചിപ്പിക്കുന്നു എന്നാണ് ഇൻകം ടാക്സ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതല്ലേ അന്വേഷിക്കേണ്ടത്? ഞങ്ങൾ അന്വേഷിക്കണമെന്നും പറയുന്നില്ല. ഇവർ പറയുന്നത് അതന്വേഷിക്കണമെന്നാണല്ലോ. അപ്പോൾ
ഉമ്മൻചാണ്ടിയെയും അതുപോലെ തന്നെ രമേശിനെയും പിടിക്കുക, ആ ദുഷ്ടലാക്കാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ നയിച്ചത്. അതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറെ ചർച്ചയാകാൻ പോകുന്നത്. അപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF നില എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.